ശ്രീ ഈ ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമപ്രവർത്തകർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, റിപ്പോർട്ട് വാർത്താ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഞങ്ങളുടെ വാഹനത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായി. ഞങ്ങൾ റിപ്പോർട്ടർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ ഞങ്ങളുടെ തൃശൂർ ഓഫീസിലേക്ക് 5 അംഗ സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ആക്രമണം നടത്തുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ കരി ഒഴിച്ചു. ഈ ആക്രമണം നടക്കാനിരിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് മാറിയതുകൊണ്ട് റിപ്പോർട്ടർക്കും ക്യാമറമാനും പരിക്കേറ്റില്ല. അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അത് മാറുമായിരുന്നു. ഇതിനോട് എങ്ങനെയാണ് CP-യുടെ പ്രതികരണം? വാർത്തകളോട് വിയോജിക്കാം. പക്ഷേ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഒരു വാർത്താ മാധ്യമത്തോടും ആക്രമണത്തിന്റെയും ഇതുപോലുള്ള വിധ്വംസക രീതിയിലുള്ള പ്രതികരണങ്ങൾ അശാസ്യമല്ല. അത് ആത്യന്തികമായി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിവേരിനെ ബാധിക്കും. അത് എല്ലാവർക്കും ബോധ്യമാകേണ്ട കാര്യമാണ്. സാമ്രാജ്യത്വവാദികളും യുദ്ധക്കൊതിയന്മാരും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർത്താമാധ്യമങ്ങളുടെ പ്രവർത്തകന്മാരെ നിഷ്ഠുരം കൊന്നൊടുക്കുമ്പോൾ നമുക്കെല്ലാം അമർഷമുണ്ടാകുന്നുണ്ട്. ആ അമർഷം മനുഷ്യന്റെ അമർഷമാണ്. രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ലാത്ത മനുഷ്യത്വം ജയിക്കണം, അഭിപ്രായങ്ങൾക്ക് പ്രകടിപ്പിക്കപ്പെടാൻ അവസരം വേണം, അവകാശമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും ഈ രോഷം. ആ രോഷത്തിന്റെ അതേ അളവിൽ കേരളത്തിന്റെ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള ഈ വാർത്താ മാധ്യമത്തിന് നേരെയുള്ള കടന്നാക്രമണത്തെ കണ്ടേ തീരൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ദൗർബല്യം കാണിച്ചറിയിക്കുകയാണ്. വാർത്താമാധ്യമങ്ങൾ പറയുന്ന വാർത്തകളിലെ തെറ്റുകളെ പറ്റി വിമർശിക്കാം, അഭിപ്രായങ്ങൾ പറയാം, സത്യമാണെന്ന് സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കാം, അസത്യമാണെന്ന് ചിന്തിക്കുന്ന വാദങ്ങളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ വാഹനങ്ങളെയും അല്ലത്തവർക്കും ഈ പോക്ക് കാടത്തമാണ്. അതൊരു ജനാധിപത്യ സമൂഹത്തെ അംഗീകരിക്കാനാകാത്ത ഒന്നാണ്. ജനാധിപത്യം അഭിപ്രായങ്ങളെ മാനിക്കാനും അഭിപ്രായങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന കാരണത്താൽ ഒരാളെയോ ഒരു കൂട്ടം ആളുകളെയോ സ്ഥാപനത്തെയോ എല്ലാം ഇതുപോലെ കടന്നാക്രമിക്കുന്ന ഈ പോക്ക് നന്മയിലേക്കുള്ള പോക്കല്ല. ആത്യന്തികമായിട്ട് ഇതിന്റെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഫാസിസ്റ്റുകളായിരിക്കും. ശ്രീ ബിനോയ് വിശ്വം, ഏത് വാർത്തയാണ് ഇവരെ പ്രകോപിപ്പിച്ചത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കരുതേണ്ടതല്ലേ? കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പറ്റം യുവതികൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന തെളിവുകൾ നിഷേധിക്കാൻ പറ്റാത്ത വിധം അത് പുറത്തേക്ക് വരുമ്പോൾ അതിന്മേൽ പാർട്ടി തന്നെ നടപടിയെടുക്കുകയാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു യോഗങ്ങളിലും സമ്മേളനങ്ങളും പങ്കെടുക്കാനാകാത്ത വിധം അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പാർട്ടിയുടെ നേതൃത്വം തന്നെ എടുത്ത ഒരു തീരുമാനത്തിന് വിരുദ്ധമായി ഈ വിഷയത്തിൽ രോഷം കൊള്ളുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. എല്ലാവരുമില്ല, ഒരു സംഘം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മുഖം നന്നല്ലാത്തതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമില്ല. മുഖം നന്നാക്കാൻ നോക്കുക. മുഖം നന്നാക്കാൻ നോക്കാൻ വേണ്ടിയായിരിക്കാം നടപടിയെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ മുഖത്ത് നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ പോലും ദുർബലപ്പെടുത്തുന്ന വിധം ചീത്ത മുഖത്തിന്റെ ശക്തിയായിട്ട് സ്വന്തം പാർട്ടിക്കോ ചെയ്തിക്കോ സംഘടനയ്ക്കോ നിൽക്കാൻ പറ്റുമോ എന്നുള്ള വാശിയാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അവർ നയിക്കുന്നത്. അതുകൊണ്ട് കരി വാരി ഒഴിച്ചത് കൊണ്ടോ മാധ്യമ പ്രവർത്തകർ തല്ലി ഒതുക്കിയത് കൊണ്ടോ ക്യാമറ തകർത്തത് കൊണ്ടോ എഴുത്തുകാരന്റെ തൂലിക ചവിട്ടിയൊടിച്ചത് കൊണ്ടോ ബോംബിട്ട് ഖാസയിലെ പോലെ കൊന്നൊടുക്കിയത് കൊണ്ടോ ഒന്നും മാധ്യമങ്ങളുടെ വായടപ്പിക്കാമെന്നും അതിന്റെ ശക്തികളെ തോൽപ്പിക്കാമെന്നും ആർക്കും വ്യാമോഹം വേണ്ട. ജനാധിപത്യത്തിന്റെ പ്രാണവായു പോലെ തന്നെ ഒന്നാണ് മാധ്യമ സ്വാതന്ത്ര്യം. അതിനുമേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അവരെ പൂർത്തിപ്പെടുത്തും. അത് ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ കൂട്ടുകെട്ടിന്റെ ഒരു തെളിവായിട്ട് കാലം നിർത്തിയിരുന്നു. ഇത് ജനാധിപത്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കും. ഫാസിസ്റ്റ് തിന്മയിലേക്ക് നാട്ടിനെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ശക്തിയോടും കൂടി ഈ ആക്രമണത്തെ തള്ളി പറയും. ആക്രമണത്തിന് ഇരയാകുന്ന റിപ്പോർട്ടറുടേതും മറ്റേത് സ്ഥാപനങ്ങളിലും എല്ലാ മാധ്യമ പ്രവർത്തകരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും. വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റോഷിബാലിലേക്ക് വീണ്ടും. റോഷിബാൽ, ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ ഒരു വാചകം, മുഖം നന്നല്ലെങ്കിൽ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമില്ല, അതാണ് ഏറ്റവും പ്രധാനം.